തേയിലത്തോട്ടങ്ങളിലെ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി താമസം ആരംഭിച്ചവരാണ് മൂന്നാറിലെ തോട്ടങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം തൊഴിലാളികളും. തുച്ഛമായ വരുമാനത്തിൽ 3ഉം 4ഉം തലമുറകളായി താമസിക്കുന്ന ഇക്കൂട്ടർ മക്കളെ പഠിപ്പിക്കുന്നതാകട്ടെ ജാതിയുടെ പേരിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചാണ്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. മാത്രമല്ല തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനം പാതിവഴിയിലും. ചൊക്കനാട് പുതുക്കാട് ഈസ്റ്റ് ഡിവിഷനിൽ ഗിരി മുത്തുസെൽവി ദമ്പതികളുടെ മൂത്ത മകൾ യുത്രയ്ക്ക് എംകോമിന് ചേരണമെന്നാണ് ആഗ്രഹം. എന്നാൽ ജാതി തെളിയിക്കുന്ന രേഖ ലഭിക്കാത്തത് മൂലം അതിന് കഴിയുന്നില്ല. அதுக்கடுத்து +1 +2 உடுமலைலாம் படித்தேன். காலேஜ் இங்கே கவர்மெண்ட் காலேஜ் மூணாரில் ஜாயின் பண்ணேன். 2020 ஜாயின் பண்ணேன். அதுக்கப்புறம் 2023 அது வரைக்கும் ஜாதி ஸ்ட்ரீட் கிடச்சிச்சு. இப்போ எனக்கு ஜாதி ஸ்ட்രീറ്റ് கிடைக்கல. எனக்கு വേണം എംകോം പഠിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണം. 2020 വരെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മകൾക്ക് ലഭിച്ചു. ഇപ്പോൾ ഭർത്താവിൻ്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന വിചിത്രവാദമാണ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നതെന്ന് യുത്രയുടെ മാതാവ് മുത്തുസെൽവി പറയുന്നു. 2023 இப்போ அப்ளை பண்ணப்போ ஜாதி சர்டிஃபிகேட் கொடுக்க முடியாதுன்றாங்க. என்ன அப்படின்னு கேட்டால் அப்பாவுக்கு வாங்கினா மாத்திரம் தான் கொடுப்பாங்களாம். அவருக்கு இவ்வளோ நாள் வரைக்கும் ஜாதி சர்டிஃபிகேட் அவசியம் இல்லாமல் இருந்துச்சு. இப்போ புதுசாக போய் கேட்டாலுமே அவங்க அப்பா வேறு ஜோசப் அப்படிங்கிறதுனால கொடுக்க மாட்டேக்காங்க. நாங்கள் ஹிந்துங்கிறதுக்கு எல்லா டாக்குமெண்ட்ஸும் நான் சப்மிட் பண்ணியிருக்கேன். அப்படி இருந்தும் வில்லேஜில் என்ன காரணத்துக்காக கொடுக்க மாட்டேங்கிறாங்கன்னு எனக்கு தெரியல. நான் இதனை குறித்து ஒரு போன பிப்ரவரியில் நாங்கள் ஒரு குரூப் ஆகிட்டு கொஞ்சம் பேருக்கு வச்சுருந்தோம். அதன் பாகமாக எம்எல்ஏட்ட நம்ம முக்கியமாக எம்எல்ஏட்ட ஒரு பராதிமாயிட்டு போனப்போ அவரும் வாங்கி தரேன்னு சொல்லி அவரும் நம்ம லோக்கல் சேனல்லாம் பேசினார். ஆனாலும் ஜாதி സർട്ടിഫിക്കറ്റുக்காக இதுவரைக்கும் எந்த നടപടിയും யாருமே എടുത്തു കൊടുക്കല. 10ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ പഠിച്ചിരുന്ന യുത്ര ബികോം പൂർത്തിയാക്കിയത് മൂന്നാർ ഗവൺമെൻറ് കോളേജിലാണ്. മാത്രമല്ല കുടുംബത്തിൻ്റെ ആധാർ അടക്കമുള്ള മുഴുവൻ രേഖകളും കേരളത്തിലാണുള്ളത്. എന്നിട്ട് ഇപ്പോൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കാരണം മകളുടെ പഠനം പാതിവഴിയിലാകുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.